സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നൽകേണ്ട ഗ്രേസ് മാർക്ക് നിശ്ചയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട SSLCക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് ഇനി ഉണ്ടാകില്ല. നേരത്തെ SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റും നൽകുന്ന രീതിയായിരുന്നു. ഇതിനാണ് മാറ്റം. സംസ്ഥാനം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മത്സരങ്ങളിൽ നേട്ടം പരിഗണിച്ച് 3 മുതൽ 100 മാർക്ക് വരെ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അതേസമയം ചില ദേശീയ കായിക മത്സരങ്ങളിലെ നേട്ടം കണക്കാക്കി +1 പ്രവേശനത്തിന് 1-2 ബോണസ് പോയിന്റ് നൽകിയിരുന്നത് ഒഴിവാക്കി. പുതുക്കിയ ഗ്രേസ് മാർക്ക് അനുസരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം, സ്കൂൾ ശാസ്ത്രോത്സവം A ഗ്രേഡ് 20 മാർക്ക്, B ഗ്രേഡ് 15 മാർക്ക്, C ഗ്രേഡ് 10 മാർക്ക്, 1ാം സ്ഥാനം 20 മാർക്ക്, 2ാം സ്ഥാനം 17 മാർക്ക്, 3ാം സ്ഥാനം 14 മാർക്ക്, കായിക മേളകളിൽ അന്തർദേശീയ മത്സരം 1ാം സ്ഥാനം 100, 2ാം സ്ഥാനം 90, 3ാം സ്ഥാനം 80, പങ്കാളിത്തം 75, ദേശീയ മത്സരം 1ാം സ്ഥാനം 50, 2ാം സ്ഥാനം 40, 3ാം സ്ഥാനം 30, പങ്കാളിത്തം 25, സംസ്ഥാനതലം 1ാം സ്ഥാനം 20, 2ാം സ്ഥാനം 17, 3ാം സ്ഥാനം 14 എന്നിങ്ങനെയാണ് മാർക്ക്. ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഇരട്ട ആനുകൂല്യം നേടുന്നെന്ന വിമർശനം കണക്കിലെടുത്താണ് ഈ നടപടി. 8-9 ക്ലാസുകളിലെ ദേശീയ സംസ്ഥാന മത്സരത്തിലെ നേട്ടം 10ാം ക്ലാസ്സിൽ പരിഗണിക്കുവാനുള്ള വ്യവസ്ഥകളും നിർദ്ദേശിച്ചു. 8ാം ക്ലാസ്സിലെ മെറിറ്റ് വെച്ചാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 9-ലോ 10-ലോ ജില്ലാ തലത്തിൽ മത്സരിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് അർഹത നേടിയെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതലുള്ള മാർക്ക് മാത്രമേ പരിഗണിക്കൂ. മറ്റു മാർക്കുകൾ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം 25A, 20B, 15C, ജൂനിയർ റെഡ് ക്രോസ് 10, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് 20, സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് 20A, 15B, 10C, ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് പങ്കെടുത്തവർക്ക് 25, NCC, റിപ്പബ്ലിക് ഡേ പരേഡ്, തൽ സൈനിക ക്യാമ്പ് തുടങ്ങിയ ക്യാമ്പുകൾ 40, പ്രീ-RD അടക്കം മറ്റ് വിവിധ ദേശീയ ക്യാമ്പുകൾ 30, 75% പരേഡ് അറ്റൻഡൻസ്, സേവന പരിപാടികൾക്ക് 20. അതേസമയം ഈ വർഷത്തെ SSLC, THSLC പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ഏപ്രിൽ 3-നാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത്. ഈ വർഷം റെക്കോർഡ് വേഗത്തിലാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. SSLC മൂല്യനിർണ്ണയത്തിനായി ആകെ 70 ക്യാമ്പുകളാണ് പ്രവർത്തിച്ചത്. 14,000-ഓളം അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തത്. മൂല്യനിർണ്ണയം പൂർത്തിയായ സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മെയ് ആദ്യവാരത്തിൽ SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിൽ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 2,955, ഗൾഫ് മേഖലയിൽ 7, ലക്ഷദ്വീപിൽ 9 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. റെഗുലർ വിഭാഗത്തിൽ 4,27,105 വിദ്യാർത്ഥികളും പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേരും പരീക്ഷ എഴുതി. മലയാളം മീഡിയത്തിൽ 1,67,772 വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ 2,86,135 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. ഗൾഫ് മേഖലയിൽ 536 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 285 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കേന്ദ്രം തിരൂരങ്ങാടി PKMMHS എടരിക്കോടാണ്. 2,085 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മൂവാറ്റുപുഴ NSSHS, തിരുവല്ല ഗവൺമെന്റ് HS കൂട്ടൂർ, ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ HS, എടനാട് NSS HS എന്നീ സ്കൂളുകളിലാണ്. ഇവിടെ ഓരോ വിദ്യാർത്ഥി വീതമാണ് പരീക്ഷ എഴുതിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.